ദുഷിച്ച ചില പണ്ഡിതന്മാരുണ്ട്, അവരെ ശൈത്താൻ ചതിയിൽ കുടുക്കിയതാണ്. അവരെ സ്വഭാവം എന്താണ്? അള്ളാന്റെ കോപമാണ് അവർക്ക് കിട്ടുന്നത്. ഹൈസു അക്കലു ദുനിയാ ബിദ്ദീൻ, അവർ ദുനിയാവ് കിട്ടാൻ വേണ്ടി ദീനെ വിൽക്കുകയാണ്. വത്തഖദുൽ ഇൽമ ദരിയത്തൻ വവസീലത്തൻ ഇലാ അഖ്ദി അംവാലിസ് സലാത്തീനി വഅഖിലി അംവാലിൽ ഔഖാഫി വൽ യതാമാ വൽ മസാകീൻ. അവർ പലപ്പോഴും രാജാക്കന്മാരെ പണം പിണുങ്ങാൻ വേണ്ടിയും അതുപോലെ വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ യതീം കുട്ടികളതും മിസ്കീന്മാരതൊക്കെ കൈവശപ്പെടുത്താൻ വേണ്ടിയുമൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത്തരം കക്ഷികൾ സുബ്ഹാനല്ലാഹ് സറഫൂ ഹിമ്മതഹും തൂല സമാനിഹിം ഇലാ തലബിൽ ജാഹി വൽ മൻസിലതി ഫീ ഖുലൂബിൽ ഖൽഖി. അവർക്ക് ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനമാനം കിട്ടണമെന്ന ചിന്തയാണ്. വത്തറഹും ദാലിക ഇലൽ മുറാഅതി വൽ മുമാറാതി വൽ മുനാഫസതി വൽ മുബാഹാതി. അവർക്കിങ്ങനെ വേണ്ടാത്ത തർക്ക വിതർക്കങ്ങൾ വലിച്ചിട്ട്, വേണ്ടാത്ത ചർച്ചകൾ വലിച്ചിട്ട് ഇങ്ങനെ തർക്കിച്ചാളാകാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ ഉലമാ ഉസ്സൂവിൻ്റെ ഒരിക്കലും അവരുടേതായ ചതിയിൽ പെട്ടുപോകരുത്. അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടണം. അതേ, സിംഹത്തെ കണ്ടാൽ ഓടും പോലെ നീ ഓടണേ. അത്തരം പണ്ഡിതന്മാരെ പിന്തുടരരുതേ, അവരെ വാക്ക് സ്വീകരിക്കരുതേ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. ഈ ഉപദേശം ഇപ്പം ഞാനിങ്ങനെ പറയാണ്. ഇത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ ഒറ്റക്കൊരുത്തനോട് സംസാരിക്കുമ്പോൾ ഈ ഉപദേശം പറഞ്ഞു എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒഴിവാക്കിയിട്ട് പണ്ഡിതന്മാരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പേരോട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടായിക്കൂടെ? പണ്ഡിതന്മാരങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കും, പണ്ഡിതന്മാരെ ഒന്ന് ഓടണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയും ക്ലിപ്പ് ഉണ്ടായിക്കൂടെ? അപ്പം ഞാൻ പറഞ്ഞത് അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റി ക്ലിപ്പുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ പെട്ടുപോകാൻ പാടില്ല. ക്ലിപ്പുണ്ടാക്കി നമ്മൾ ഇവിടുന്ന് വാഴക്കാട്ടുനിന്ന് പ്രസംഗിക്കുമ്പോൾ മൗലവി ക്ലിപ്പുണ്ടാക്കി. അതിനെന്താ പറഞ്ഞത്? പേരോട് പറഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ബാസത്തേക്ക് മാത്രമല്ല യുവതിയൊക്കും പള്ളിയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ പോകാൻ സാധാരണ ആളെ പേരോട് പറഞ്ഞില്ല യുവതിയൊക്കും പള്ളിയിൽ പോകാൻ. ഏത് പള്ളിയിൽ എന്തിനു പോകാന്ന്? മക്കത്തെ പള്ളി തവാഫ് ചെയ്യാൻ പോവാൻ. ഇതാ പറഞ്ഞ്, മക്കത്തെ പള്ളി തവാഫ് ചെയ്യാൻ പോവാൻ. അത് വയസ്സത്തികൾക്ക് പോകാന്നായില്ലേന്ന് ചോദിച്ചു. മറ്റേ പോലെ അവൻ വയസ്സത്തേക്ക് മാത്രമല്ല യുവതിയൊക്കെ പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിന് മുറിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് മുറിച്ചിട്ട് യുവതികൾക്കും പോകാമെന്ന് പേരോട് സമ്മതിച്ചു പോകുക. ഈ നിലക്കുള്ള ഫിത്ന നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, ഫിത്നകളിലും ഫസാദുകളിലും പെട്ടുപോകാതെ നീ നിന്റെ ആഖിറം രക്ഷപ്പെടുത്തണേ. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കിബറന്മാരായ ചില വാദന്മാരുണ്ട്. വസാലിമ പറയാണ്, ഇനിയിപ്പോൾ വേദ പറയുന്ന കുറ്റം പറഞ്ഞു പറയണ്ട. വസാലിമ പറയാണ്, വൽ മുതകബ്ബിറു ഹുവല്ലദീ ഇൻ ഉഇള അനിഫ ഔ വഅള അന്നഫ. അവനോട് ഇങ്ങോട്ട് ഉപദേശം നൽകിയാൽ ആ ഉപദേശത്തിന് അവൻ ക്രൂരതയായിട്ട് ഉപദേശിച്ചവന് എന്തുണ്ട് കൊടുക്കാൻ പകരം എന്നാണ് അവൻ ചിന്തിക്കുക. അതേ അന്നഫ, അവനെങ്ങാനും വേദുര നിന്നാലോ വളരെ രൂക്ഷമായ വിമർശനം നടത്തലാണ് അവൻ്റെ ശൈലി. فكل من رأى نفسه خيرا من أحد من خلق الله تعالى فهو متكبر. ആരെങ്കിലും മറ്റൊരാളെക്കാൾ ഞാനാണ് ഉത്തമനെന്ന് വിശ്വസിച്ചാൽ അവനൊരു കിബിറനാണ്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ചിന്തിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വവാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് തന്നെ ഇമാം ഗസ്സാലി തങ്ങളുടെ ഉപദേശം ഇക്കാലഘട്ടത്തിൽ എല്ലാവരും ഗ്രഹിക്കേണ്ടതാണ്. വലാ യംബഗി അൻ യഖ്ദഅക അശ്ശൈത്വാനു വയഖൂല ലക അദ്ഹിരിൽ ഹഖ്ഖ വലാ തുദാഹിൻ ഫീ. ശൈത്താൻ ചിലപ്പോൾ നിന്നെ വഞ്ചിച്ചുകൊണ്ട് പറയും, നീ ഹക്ക് വെളിവാക്കടോ, നീ സോപ്പിട്ട് നിൽക്കണ്ട. ഫഇന്ന ശൈത്താന അബദൻ യസ്തജിറുൽ ഹംഖാ ഇല ശർരി ഫീ മഅരിൽ ഖൈരി. ഖൈറിൻ്റെ വഴിയിൽ, ഖൈറിൻ്റെ ഗോഡൗണിൽ വന്നിട്ടാണ് ഷെറിലേക്ക് വിവരം കെട്ടവനെ ശൈത്താൻ കൊണ്ടുപോവുക.
ഫലാ തകുനു ളുഹകതൻ ലിശൈത്താനി ഫയസ്ഖറ ബിക. അപ്പം നിന്റെ പണി കണ്ടിട്ട് ശൈത്താൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകും, അത് നീ അറിയൂല. മോനെ ഫൈദ്ഹാറുൽ ഹഖ് ഹസനുൻ മാ മൻ യഖ്ബലുഹു മിൻക. നീ ഹക്ക് വെളിവാക്കുമ്പോൾ പോലും ചിന്തിക്കേണ്ട ഒരു വിഷയം, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോടാണ് നീ ഹക്ക് വെളിവാക്കേണ്ടത്. പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല. അത് തന്നെ വളരെ രഹസ്യമായി ഉപദേശം നൽകിക്കൊണ്ടാണ് നന്നാക്കേണ്ടത്. നീ തർക്കവിതർക്കങ്ങളിലൂടെ നന്നാക്കാൻ പോയാൽ അതുകൊണ്ട് നന്നായിക്കൊള്ളണമെന്നില്ല. ഇത് പറയുമ്പോഴേക്ക് പേരോടിപ്പോൾ ഒരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞു എന്നൊന്നും പറയണ്ട. അത് തർക്കിക്കേണ്ട ഘട്ടമുണ്ടാകുമ്പോൾ തർക്കിക്കളും. അത് എത്രയോ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു. എത്രയോ സംവാദത്തിന് ഗ്രന്ഥം രചിച്ച ആളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതെ, ആ ഇമാം ഗസ്സാലിയെ പങ്കെടുത്ത് സംവാദത്തിലും മുഖാമുഖത്തിലും ഖണ്ഡനത്തിലൊക്കെ പങ്കെടുത്തവനാണ് ഞാൻ, ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ അതൊന്നും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, മുസ്ലിം ഉമ്മത്തിന് നസീഹത്തിന് വേണ്ടിയാണ്. വലിന്നസീഹത്തി സിഫത്തുൻ വഹയ്യത്തുൻ വയുഹ്താജു ഫീഹാ ഇലാ തലത്തുഫിൻ വഇല്ലാ സാറത്ത് ഫളീഹത്തൻ വകാന ഫസാദു അക്തറ മിൻ സലാഹിഹാ. നന്മ ഉദ്ദേശിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ചില രൂപഭാവങ്ങളുണ്ട്. അതിന് വളരെ മയമായ സദാശൈലി സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വഹള് വഷളാകുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിൻ്റെ ഫസാദ് വളരെ വലുതാണ്. ഇത് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്, തർക്കവിതർക്കത്തിനിറങ്ങുന്ന ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുണ്ട്. അവർക്ക് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയൂല. അവരെന്തെങ്കിലും തർക്കം വലിച്ചിട്ടുകൊണ്ടിരിക്കും. ഇത് അതാണ് ബഹുമാനമെന്ന് ദുഷിച്ച പണ്ഡിതന്മാർ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. വേണ്ടാത്ത തർക്കം വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലാണ് ബഹുമാനമെന്നാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്തരം ദുഷിച്ച പണ്ഡിതന്മാരിൽ നിന്നും അത്തരം അനാവശ്യ തർക്കക്കാരിൽ നിന്നും സിംഹത്തിനെ കണ്ടാൽ ഓടും പോലെ ഓടിക്ക മോനെ. നിന്റെ ശരീരം രക്ഷിക്കാനാണ് സിംഹത്തിനെ കാണുമ്പോൾ ഓടുന്നത്, നരിയെ കാണുമ്പോൾ ഓടുന്നതെങ്കിൽ നിന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി ഈ ദുഷിച്ച ജനങ്ങളിൽ നിന്ന് ഓടിക്ക മോനെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം മുസ്ലിം ഉമ്മത്ത് ചെവിക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരു ഫിത്നയിലും ഞങ്ങളെ ഈമാൻ നീ നശിപ്പിക്കരുതേ റഹ്മാനേ. ഒരൊറ്റ ആലിമിൻ്റെയും മാംസം കൊണ്ട് ഞങ്ങളെ നാവ് നീ ദുഷിപ്പിക്കരുതേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ ഗീബത്ത് പറഞ്ഞ് ഫിത്നയും ഫസാദും നമീമത്തും പറയുന്ന കമ്പനിയിൽ ഞങ്ങളാരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനേ. അനാവശ്യ വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ ഈമാൻ നശിപ്പിക്കുന്നവരുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. 5 വക്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നിസ്കാരമെടുക്കണം. പടച്ച റബ്ബ് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കണം. അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കണം. അള്ളാഹു വിരോധിച്ചത് ഒഴിക്കണം. അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് ജീവിക്കണം. ഒരു വിഷയത്തിലും ടെൻഷനാകണ്ട. അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ചിന്തയോടെ ജീവിച്ചവന് ഒരിക്കലും ടെൻഷനാകേണ്ടതില്ല. കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയൂല. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. ഫഅസ്ലിഹ് മാ ബൈനക വ ബൈനല്ലാഹ്. നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയ്ക്കുള്ള വിഷയം നീ നന്നാക്കി വെച്ചോ. അവൻ ഹൃദയത്തിലേക്ക് നോക്കുന്ന രാജാവാണ്. സുമ്മ ലാ തുബാലി ബിന്നാസ്.
പിന്നെ ജനങ്ങളെ നീ പരിഗണിക്കണ്ട. ഒരു കൂട്ടര് നിന്നെ എത്ര ബഹുമാനിച്ച് പറഞ്ഞാലും നീ ഒരു ഞാൻ വലിയവനായി പോയി എന്നുള്ള തോന്നല് വേണ്ട. ഒരാൾ വന്ന് നിന്റെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ ബറക്കത്ത് കൊണ്ട് അവൻ്റെ മൂക്ക് രക്ഷപ്പെടട്ടെ എന്ന് നീ ചിന്തിക്കണ്ട. ആ ചുംബിച്ച മനുഷ്യൻ വിനയമുള്ള താഴ്മയുള്ള മോമിനാണ്. പടച്ചവനെ, അവൻ്റെ മൂക്കിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെടുത്തണേ എന്ന് ചിന്തിക്കുന്ന താഴ്മയോടെ ജീവിച്ചോ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതോടുകൂടെ ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സ്നേഹിക്കുക, അവനെ ഭയപ്പെടുക, അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അതാ ശാഫി ഇമാമ് പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെയും നിൻ്റെയും ഇടയ്ക്കുള്ള വിഷയം നന്നാക്കി വെച്ചോ. സുമ്മലാ തുബാലി ബിന്നാസ്, പിന്നെ നീ ജനങ്ങളെ പരിഗണിക്കണ്ട. നിന്നെ ബഹുമാനിക്കുന്നത് കണ്ട് നീ പെട്ടുപോകണ്ട. നിന്നെ ഒരാൾ ചീത്ത പറയുകയോ കുറ്റം പറയുകയോ നിന്നെ നിന്ദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അതിന് നീ ഒരു ചൂക്കും വില വെക്കണ്ട. കൊടുക്കുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. ആ റബ്ബ് നിന്റെ ഖൽബിലേക്ക് നോക്കുന്ന രാജാവാണ്. അതുകൊണ്ട് തന്നെ ആലിമീങ്ങൾക്ക് ഭീഷണിയെ പേടിക്കേണ്ടതില്ല, ഔലിയാക്കൾക്ക് ഭീഷണി ഭയപ്പെടേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനിന്റെ ഈമാൻ തെറ്റാതെ എങ്ങനെ അവരെ ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്നതാണ് അവരുടെ ചിന്ത. അതല്ലേ സുഹൃത്തുക്കളെ, ദുല്ലിൽമി യഹ്മിലു കുല്ലത്തൈനി ഫീഹി മല്ലാ ദുത്തൈനി മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജറതി ലാ യുർമാ സിവഹു ഫയർമിയാനി അസ്മരി. നല്ല എ ക്ലാസ് ഒരു മാവ്, ഒരു മാങ്ങാമരം, അതിൻ്റെ മേലെ നല്ല മാങ്ങണ്ട്. അപ്പോൾ കുട്ടിയൊക്കെ ഇങ്ങനെ ഹൈസ്കൂൾ വിട്ട് പോകുമ്പോൾ നല്ല പഴുത്ത മാങ്ങ ഈ മാവ് ഇങ്ങനെ സംഭാവന ചെയ്യാണ്. അപ്പോൾ കുട്ടികളൊന്ന് നോക്കുമ്പോൾ ഒരുപാട് മാങ്ങണ്ട്. പിന്നെ കുട്ടികളുണ്ടോ ഈ മാവിനെ വിടുന്ന് 4 ഉരുളം കല്ലെടുത്ത് ഏറ് തുടങ്ങി. എന്താ ഈ മാവ് ചെയ്ത തെറ്റ് ഈ കുട്ടിയൊക്കെ മാങ്ങ കൊടുത്തു. ഈ കുട്ടികളെ സ്നേഹിച്ച് മാങ്ങ കൊടുത്ത വകയിൽ ഇങ്ങോട്ട് ഏറ് കിട്ടുമ്പോൾ ഈ മാവ് എന്താ ചെയ്യുന്നത്? ഈ മാവ് പകരം കല്ല് കൊടുക്കുന്നില്ല, പകരം പിന്നെയും മാങ്ങ കൊടുക്കുകയാണ്. നീ എന്നെ എറിഞ്ഞടാ, കൊണ്ടുപോയി നക്കിക്കടാ, പിന്നെയും മാങ്ങ കൊടുക്കുകയാണ്. ഒരിക്കലും ഈ മാവ് കല്ലെറിഞ്ഞവനെ കൈയൊഴിക്കുന്നില്ല. കല്ലെറിഞ്ഞവന് പിന്നെയും കൈവശത്തിലുള്ള മാങ്ങ കൊടുക്കുകയാണ്. ഇതുപോലെ ആലിമീങ്ങൾ അവരെ എന്ത് ചതിച്ചാലും, അവരെ എന്ത് കുറ്റം പറഞ്ഞാലും, അവരെ എന്ത് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നെയും അവനൊന്ന് നന്നാകട്ടെ എന്ന നിലക്ക് നന്മ ഉപദേശിക്കുന്നു. പക്ഷേ അങ്ങനെ മാമ്പഴം വിതരണം ചെയ്യുന്ന മാവിന് ഏറ് കിട്ടാതിരിക്കൂല. ഇതൊക്കെ നമ്മളെ മുൻഗാമികളെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉപദേശം നമുക്ക് ഉജൂബാണ്, നമ്മളിങ്ങനെ ഉപദേശിക്കും. എല്ലാവർക്കും ഉപദേശം ഫലം ചെയ്യൂല. അതും റസാനത്ത് പറഞ്ഞില്ലേ, എന്തേ ചിലർക്ക് ഉപദേശം എങ്ങനെ ഉണ്ടാവും? ഒരു പക്ഷി, ആ പക്ഷി കൂടുണ്ടാക്കി. വേനൽക്കാലത്തൊട്ടാകെ ഓടി നടന്ന് കൂടുണ്ടാക്കി. മഴ പെയ്യുമ്പോൾ കൂട്ട് കയറിയിരുന്നു നനയാതെ. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലൊരു കുരങ്ങ് കൂടുണ്ടാക്കിയിട്ടില്ല. മൂപ്പരിക്ക് ഇപ്പം നോക്കുമ്പോൾ കയറിയിരിക്കാൻ കൂടില്ലാത്തതുകൊണ്ട് നനയാണ്. അപ്പോൾ ഈ പക്ഷിക്ക് ഖേദം തോന്നി. ഈ കുരങ്ങനെ വിളിച്ചിട്ട് ഒരു വേദ പറഞ്ഞു. പക്ഷി എന്താ വേദ? ഞാൻ വേനൽക്കാലത്ത് ഏത്ര അധ്വാനിച്ചിട്ട് ആ കൂടുണ്ടാക്കി, അപ്പം നീ ഇങ്ങനെ അധ്വാനിക്കാണ്ട് കുത്തിനിട്ടല്ലേ ഇപ്പം നനേണ്ടി വന്ന്. അതുകൊണ്ട് അടുത്ത വേനലെങ്കിലും ഒരു കൂടുണ്ടാക്കണം കേട്ടോ.
അപ്പോൾ ഈ കുരങ്ങൻ, ആരടാ നീ എന്നോട് പറയാൻ, നിൻ്റെ കൂട് ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി വന്നിട്ട് ഈ പക്ഷിയുടെ കൂട് വലിച്ചൊരു ഏറിട്ട് കൊടുത്ത്, കുരങ്ങൻ നീ ഒന്നനേടാ എന്നെ പോലെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ട് കുറേ സമൂഹം. അവരൊരു പണിയും എടുക്കൂല, ഒരു സ്ഥാപനം ഉണ്ടാക്കൂല, ഒരു കാര്യവും ചെയ്യൂല. ഉണ്ടാക്കിയ കക്ഷികൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് ആക്രമിച്ച് നശിപ്പിക്കാൻ നോക്കും. കുരങ്ങൻ്റെ സ്വഭാവമുള്ളവരുണ്ട് എന്ന് റസാനത്ത് പറഞ്ഞതാ. ഇതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട് സുബ്ഹാനല്ലാഹ്, അവർക്ക് എപ്പോഴും സന്തോഷം ബെടക്ക് കേൾക്കലാണ്, നല്ലത് കേൾക്കാൻ ഇഷ്ടമില്ല. മങ്കാന അദാതുഹും ഫഹ്സാനു സ്വഹതുഹും ഖത്റയു സബ്ബും മുദാബം ഫീ സിമാഹിഹിം ഇന്നൽ ഖാന ഫീ സൈദ് മാമസാതുറു മാതതിലി ഖൈസൂമിഹാ തുീബി ലം യഖുമി. ഈ ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുവന്നൊരു ജീവിയുണ്ട്, നമ്മുടെ നാട്ടിൽ ബണ്ട് എന്നാണ് പറയാം. അതിൻ്റെ പണി എന്താ, ഈ പിട്ട കാട്ടം, ഉണക്ക് കാട്ടം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്കാം മൂപ്പരെ പണി. അതിപ്പോൾ നോക്കിയാലും മൂപ്പർക്ക് പണി ഇതാ, ഈ ഉണക്ക് പിട്ട ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്ക്. അങ്ങനെ എവിടുന്നുണ്ട് ഉണക്ക് പിട്ടാൻ നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫീൻ്റെ ക്ലിപ്പും അതിലുള്ള പിട്ട അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്കാം പണി. ഈ പിട്ട ഉരുട്ടിക്കൊണ്ടു പോകുന്ന ഈ ബണ്ടിനോട് ഒരാൾക്കൊരു സ്നേഹം തോന്നി. ഇയാൾ വിചാരിച്ച്, പടച്ചോനെ എപ്പോഴും മണക്കുന്ന ഈ പിട്ടിയാണല്ലോ, കുറച്ച് അത്തറ് മണപ്പിച്ച് കൊടുക്കാൻ വിചാരിച്ചു. ഈ ബണ്ടിന് കൊണ്ടുപോയിട്ട് കുറച്ച് അത്തറ് മണപ്പിച്ച് കൊടുത്തു. എന്നാൽ എന്താ ഉണ്ടാകുക, മാത്തത്ത് ആ ബണ്ട് അപ്പം ചത്തുപോകും. അതിൻ്റെ തരിമൂക്കിന് ഈ അത്തറ് പിടിക്കൂല, അതിനെപ്പോ ഈ പിട്ടെന്നെ മണക്കണം. ഇങ്ങനത്തെ ചിലതുണ്ട്. അവരുടെ സ്വഭാവം എന്തായിരിക്കും, അവർ ചിലപ്പോൾ സംഘടനയിൽ നിന്ന് രാജിവെച്ചങ്ങ് പോകും. കാരണം അവർക്ക് എപ്പോഴും ഈ പിട്ട മണക്കണം, പിട്ട മണത്താലേ അവർക്ക് ശരിയാവുള്ളൂ. അതിന് അത്തറ് മണപ്പിച്ചു കൊടുത്താൽ രാജിവെച്ച് പോകും, അപ്പം ചത്തുപോകും. ഇങ്ങനെയൊരു കൂട്ടരുണ്ട് എന്ന് റസാനത്ത് പറയാ. അപ്പം അതുകൊണ്ട് എന്ത് വേണോ, നമ്മളെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചു, നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നമ്മൾ നിർവഹിക്കണം. നമ്മൾ ഹക്കായി മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ഒരു പുത്തൻവാദിയുടെയും പിന്നാലെ പോകരുത്, ഒരു പുത്തൻവാദിയെയും ആദരിക്കാൻ പോകരുത്, ഒരു പുത്തൻവാദിക്കും നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, ഒരു പുത്തൻവാദിക്കും നമ്മൾ സ്വീകരണം കൊടുക്കരുത്, ഒരു പുത്തൻവാദിയെയും നമ്മൾ ആദരിക്കരുത്, അംഗീകരിക്കരുത്. നമ്മൾ അമ്പിയാക്കളെ ഔലിയാക്കളെ കുറ്റം പറയുന്നവർ, നബി സല്ലല്ലാഹു നിങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്ന മുജാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പല്ല് പൊട്ടിത്തെറിച്ച് പറ്റിയ ദീന് നശിപ്പിക്കുന്ന തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെയും പിന്നാലെ ഒരു സുന്നിയും പെട്ടുപോകരുത്, അവർക്ക് ഒത്താശ ചെയ്യാനും പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈമാനിൽ നിന്ന് അണുമണി തൂക്കം ബാക്കി വേണോ, എന്നാൽ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് അവരോട് എതിർക്കണം. അതേ കൈകൊണ്ട് എതിർക്കാൻ ഞാൻ തല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിയമപരമായിട്ടല്ലാതെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ തീവ്രവാദികളാകാൻ പാടില്ല. കൈകൊണ്ട് അവർക്കെതിരെ പുസ്തകം എഴുതണം, ലേഖനം എഴുതണം, അങ്ങനെ പലതും എഴുതണം. അതുപോലെ തന്നെ SSFൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി ഒട്ടിക്കണം, സുന്നി വോയിസ് ലേഖനം എഴുതണം, റിസാലയിൽ ലേഖനം എഴുതണം, അതുപോലെ തന്നെ റിസാല വിൽക്കണം, സുന്നി വോയിസ് വിൽക്കണം. പക്ഷേ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പേരിൽ മാസിക ഇറക്കിയിട്ട് സുന്നികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് നമ്മൾ വിൽക്കാൻ പോകരുത്, അത് വാങ്ങാനും പോകരുത്, അതെടുക്കാനും പോകരുത്. ഫിത്തന ഉണ്ടാക്കുന്ന ഒരു സാധനവും നമ്മൾ കൈ പിടിക്കാൻ പോകരുത്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്യണം. അതിൻ്റെ പുറമേ കൈകൊണ്ട് സമരം ചെയ്താൽ പോരാ, അവമഞ്ചാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, നാവ് കൊണ്ട് സമരം ചെയ്യണം. ആ സമരമായി ഇപ്പം ഈ പ്രസംഗത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാവ് കൊണ്ടുള്ള സമരമാണ്. ഇനിയോ മഞ്ചാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഒരാൾക്ക് എഴുതാനൊന്നും അറിയില്ല, അയാൾ സാധാരണക്കാരനാണ്, പ്രസംഗിക്കാനും അറിയില്ല, എന്നാൽ അയാൾ സാധാരണക്കാരനാണ്. അദ്ദേഹം എന്ത് വേണം, അദ്ദേഹം വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അയാൾ എന്ത് വേണം, അയാൾ മനസ്സുകൊണ്ട് സമരം ചെയ്യണം. മനസ്സുകൊണ്ട് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എൻ്റെ മകളെ ഞാൻ അതാ കോടിക്കണക്കിന് കിട്ടിയാലും സുന്നിയല്ലാത്ത ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കൂല, എനിക്ക് കോടികൾ കിട്ടിയാലും ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോവില്ല, എനിക്ക് കോടികൾ കിട്ടിയാലും ഞാൻ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പരിപാടി പങ്കെടുക്കൂല. അങ്ങനെ മനസ്സുകൊണ്ട് അവരോട് സമരം ചെയ്യണം. അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്, നാവ് കൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്, അതേ മനസ്സുകൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്. അതേ വലൈസ വറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, അതേ സമയത്ത് കൈകൊണ്ട് ഫിത്ന ഉണ്ടാക്കുന്നവർക്കെതിരെ സമരം ചെയ്യാനില്ല, അതുപോലെ തന്നെ നാവ് കൊണ്ട് സമരം ചെയ്യാനില്ല. മനസ്സുകൊണ്ട് ഏത് ഫിത്ന ഉണ്ടാക്കുന്ന കക്ഷിയെയും
മനസ്സുകൊണ്ട് വെറുക്കാനില്ല. എന്നാൽ ഈമാനിൽ നിന്ന് കടുമണിത്തൂക്കം അവന്റെ മനസ്സിലില്ല. പറയുന്നത് പേരോടല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് വ്യാജ ത്വരീഖത്ത് വന്നാലും അതിനെതിരെ ശക്തമായ സമരം ചെയ്യണം. അതാണ് ഞാൻ കോഴിക്കോട്ട് വെച്ച് നൂരിശാ ത്വരീഖത്തുകാരുടെ അറിവുകേടുകൾ, ഖാദിരിയ ത്വരീഖത്തും നൂരിശക്കാരുടെ അറിവുകേടുകളും എന്ന CD അടുത്തിറക്കി. ഇനി മറ്റൊരു CD ഇറങ്ങാനുണ്ട്. അത് കൂട്ടായിലെ പ്രസംഗമാണ്. അതുപോലെ ഓരോ വ്യാജ ത്വരീഖത്തുകളെയും വരച്ചു കാട്ടിയിട്ടുണ്ട്. വ്യാജമാണോ അല്ലേ എന്ന് പണ്ഡിതന്മാര് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ തീരുമാനമനുസരിച്ച് നമ്മളതാ പറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തന രീതിയാണ് സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ വളർത്തിയത്, ഉയർത്തിയത്. നൂരിശാ ത്വരീഖത്ത് വന്നപ്പോ ആലിമീങ്ങൾ ആദ്യം എതിർത്തിരുന്നില്ല. കാരണം അത് തെറ്റാണെന്നതിന് അന്ന് തെളിവ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ത്വരീഖത്ത് എന്നത് നല്ലതല്ലേ, അതുകൊണ്ട് ഈ ത്വരീഖത്ത് ഖാദിരിയ ത്വരീഖത്താണെന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചപ്പോ അത് ഖാദിരിയ ത്വരീഖത്തായിരിക്കുമെന്ന നിലക്ക് പണ്ഡിതന്മാർ എതിർത്തില്ല. പക്ഷേ കാലം കുറെ മുന്നോട്ട് പോയപ്പോ അവർ പല അനാവശ്യവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ആലിമീങ്ങൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു, തീരുമാനമെടുത്തു. ആ തീരുമാനം വന്നപ്പോൾ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അവരതാ കണ്യത്തുസ്താദിനെ ചോദ്യം ചെയ്തില്ല, EK ഉസ്താദിനെ ചോദ്യം ചെയ്തില്ല, ഉള്ളാൾ തങ്ങളെ ചോദ്യം ചെയ്തില്ല, അതേ AP ഉസ്താദിനെ ചോദ്യം ചെയ്തില്ല. അവരെ ആലിമീങ്ങളെ പിന്നിൽ ഉറച്ചു നിന്നു. അതാണ് മുസ്ലിം കേരളത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ഉലമായിനെ പിന്തുടർന്ന് ഏത് വിഷയത്തിലും ഉലമായിന്റെ തീരുമാനം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പടച്ച റബ്ബേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. എല്ലാവരും ചൊല്ലണം ഖൗസുല്ലാദമിൻ്റെ ഒരു ദിക്ർ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ബഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ബഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ബഈ. അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എന്നിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എൻ്റെ കൂടെയാണ്. ഈ ഉറപ്പോടെ അത് പ്രഖ്യാപിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ മിന്നാന്ന് ഒരാൾ വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് പറയുമോ ഇപ്പോൾ റെക്കോർഡാക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ റെക്കോർഡാക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും റെക്കോർഡാക്കിയാലും ഇല്ലെങ്കിലും മലക്കുകൾ റെക്കോർഡാക്കും. അത് അല്ലാഹുവിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ക്ലിപ്പ് മുറിക്കുന്ന കക്ഷികളല്ല, അവരുള്ളതുപോലെ രേഖപ്പെടുത്തുന്നവരാണ്. ആ മലക്കുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പുറമെ അല്ലാഹു എല്ലാം അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് നീതിമാനായ ഭരണാധികാരിയാണ്. അവനവൻ്റെ നന്മതിന്മകൾ എഴുതിയ റിക്കാർഡ് മുമ്പിൽ ഹാജരാക്കിയിട്ട് അവനവൻ്റെ നന്മതിന്മകൾ റിക്കാർഡ് ഹാജരാക്കിയിട്ട് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ പോരാ. അത് തൂക്കിക്കണക്കാക്കിയിട്ട് ഒരു പീസ് തൂക്കം, ഒരു അണുമണി തൂക്കം കൂടുതൽ നന്മയുണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് അയച്ചിട്ടല്ലാതെ റബ്ബ് അതാ തീരുമാനിക്കുന്നില്ല.
അത്ര വലിയ നീതിമാനായ രാജാവാണ് അള്ളാഹനെ സ്നേഹിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരെ, അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കണേ പ്രവർത്തകന്മാരെ, അള്ളാഹുവിന് വേണ്ടി പ്രസംഗിക്കണേ, റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണേ, റബ്ബിന് വേണ്ടി ചെലവഴിക്കണേ, റബ്ബിന് വേണ്ടി SSFിലും SYSലും ഒക്കെ ഉറച്ചു നിന്ന് അധ്വാനിക്കണേ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. എൻ്റെ വന്യരായ ഉസ്താദ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇത്ര നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു മഹാപണ്ഡിതൻ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ഉസ്താദ് അവറുകളുടെ നിഷ്കളങ്കത, അവിടുത്തെ വിശാല മനസ്സ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചീത്ത പറഞ്ഞ പലരും, കല്ലെറിഞ്ഞ പലരും ഉസ്താദിൻ്റെ മുമ്പിൽ വന്ന് അതാ ഉസ്താദെ പൊരുത്തപ്പെടേന്നെ എന്ന് പറയുമ്പോൾ അള്ള പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വിശാലമായ മനസ്സുള്ള ഉസ്താദ്, റബ്ബേ അവിടുത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, അവിടുത്തെ ഉസ്താദ് ആലിമീങ്ങൾക്ക് ഉസ്താദായ മഹാനായ ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് KK സദഖത്തുള്ള മുസ്ലിയാരെ പോലുള്ള മഹാന്മാർ, അതേ എൻ്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ് കീഴന ഉസ്താദ്, കീഴന ഉസ്താദിൻ്റെ ഉസ്താദ് ഖുതുബി തങ്ങൾ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, സദഖത്തുള്ള മുസ്ലിയാര ഉസ്താദ്, അതേ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമല്ലേ ശവ്വാൽ, CM വലിയുള്ളാൻ്റെ ആണ്ട് നടക്കുന്ന മാസമല്ലേ ശവ്വാൽ. ആ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാര ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരിൽ ഒരാളാ KM മൗലവി. പക്ഷേ KM മൗലവി ഉസ്താദിൻ്റെ വഴിക്ക് നീങ്ങാതെ ഉസ്താദിനെയും തള്ളിപ്പറഞ്ഞവൻ പുത്തനാശയത്തിലേക്ക് പോയി. ശംസുൽ ഉലമ ഖുതുബി തങ്ങൾ ഉസ്താദിൻ്റെ വഴിയിൽ തന്നെ ഉറച്ചു നിന്നു, ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചു. ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദാണ് വളപ്പിൽ ഹസൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. മഹാനവകൾ രചിച്ചതാണ് ബദർ മൗലിദ്, അതിലാണ് നമ്മുടെ തവസ്സുൽ ബൈത്ത് ചൊല്ലിപ്പഠിച്ചത്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. പടച്ചവനെ കൊടുക്കുന്നവനുള്ളൂ. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുണ്ടല്ലോ നീയല്ലാതെ കൊടുക്കുന്ന രാജാവില്ല അല്ലാ. നീ തിരിച്ചയച്ചാ ഞങ്ങൾക്ക് വേറൊരു രാജാവിന്റെ വാതിലിന് മുട്ടാനില്ല അല്ലാ. പക്ഷേ നിന്നിൽ നിന്ന് കിട്ടാനുള്ള വഴിയാണ് നീ ബഹുമാനിച്ചതിനെ മുൻനിർത്തി ചോദിക്കൽ. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു. തവസ്സൽനാ ബിസ്മില്ലാഹ്. രണ്ടാമതായി നീ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി പറഞ്ഞേച്ച ഹബീബായ ഹാദിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു. മൂന്നാമതായി വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്. എന്താണ് SYS കാരാ അതിൻ്റെ അർത്ഥം? എന്താണ് SSF കാരാ അതിൻ്റെ അർത്ഥം? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ അധ്വാനകരെയും മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അല്ലാ. സർവ്വ അമ്പിയാക്കളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, സർവ്വ ഔലിയാക്കളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, ഉഖ്റവിയായ മുഴുവൻ ആലിമീങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഓ SYSന്റെ പ്രവർത്തകരെ,
MSF-ന്റെ പ്രവർത്തകരെ, പടച്ച റബ്ബിന്റെ പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളും മർക്കസും മഅദിനും മമ്പയും സഅദിയും മഖറും സിറാജുൽ ഹുദയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങളില്ലേ നമ്മുടെ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നവർ സുബ്ഹാനല്ലാഹ്, അവർ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ അധ്വാനിക്കുന്നത്? വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, പടച്ചവന് വേണ്ടി അധ്വാനിക്കുന്ന കക്ഷികളെ മുൻനിർത്തി ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ തവസ്സുൽ ചെയ്യപ്പെടേണ്ട മഹാന്മാരാണ്. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്, അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ബദരീങ്ങൾ, അവരെയും മുൻനിർത്തി ചോദിക്കുന്നു അല്ലാഹ്. നമ്മളുടെ അതാണ് നമ്മുടെ സമ്പത്ത്, അതാ നമ്മുടെ ആയുധം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്. ഇന്ന് വരെ ഉള്ള ഓരോ കാര്യങ്ങളും പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ദുആ ചെയ്തിട്ട് തന്നെയാണ്. ഒന്നും കയ്യിലില്ലാത്തപ്പോൾ, അനുകൂലിക്കുന്ന ഒരാളും ഇല്ലാതിരുന്നപ്പോൾ, 5 പൈസ ശമ്പളം കണ്ടിട്ടല്ല, കമ്മീഷൻ കണ്ടിട്ടല്ല, ഒരു റൂം പോലും കിട്ടിയിട്ടല്ല, വെറും ഓല ഷെഡ് കെട്ടിയിട്ട് നിന്റെ മേൽ തവക്കുലാക്കി ഒരു പുത്തൻ വാദിയെയും ഭയപ്പെടാതെ കുറ്റ്യാടിയിൽ വന്ന് ഓല ഷെഡ് കെട്ടി ഞങ്ങൾ സിറാജുൽ ഹുദ തുടങ്ങിയപ്പോ അന്ന് മുതലേ നിന്നോട് പ്രാർത്ഥനയല്ലേ അല്ലാ. നീ ആയിരക്കണക്കിന് ദുആക്ക് ഉത്തരം തന്ന രാജാവല്ലേ അല്ലാ. ഈ വേളത്തും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സാധുക്കളായ പ്രവർത്തകന്മാരെയും അതാ ചവിട്ടി താഴ്ത്തുന്നു എന്ന് തോന്നിയപ്പോ, ഇവിടെയും ഇസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഉത്തരം തന്ന രാജാവല്ലേ അല്ലാ നീ. ഞങ്ങളെ കഴിവുകൊണ്ടല്ല പള്ളി നിർമ്മിച്ചത്, ഞങ്ങളെ കഴിവുകൊണ്ടല്ല മദ്രസ നിർമ്മിച്ചത്, ഒരു ചെറിയ ഓലക്കണിക്ക് പോലും ഞങ്ങൾക്ക് കഴിവില്ല. പക്ഷേ നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ഞങ്ങളെ ഈ പരിപാടിയും നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ആയുധം പ്രാർത്ഥന തന്നെ. ആയിരക്കണക്കിന് ആളുകൾ 10,000 നേർച്ച തന്നേൽപ്പിച്ചവരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ബുഖാരി ഓതിക്കൊടുത്ത് ഇറങ്ങുമ്പോ വലിയ 3 വളയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു, സ്വർണ്ണവള. ഉമ്മക്കൊരിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞാണ് രോഗം മാറിയത്. ഇനിയും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് പറയുന്നു. ഉമ്മ പൊട്ടിക്കരച്ചുകൊണ്ട് മുറിക്കാൻ പറഞ്ഞതാണ് ഈ വള. ഇത് തരുന്നു, ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു. റബ്ബേ, ഈ പാവപ്പെട്ടവന്റെ രോഗം മാറ്റാൻ എനിക്ക് കഴിവില്ല, ഞങ്ങൾക്ക് ആർക്കും കഴിവില്ല. ഏത് രോഗവും ഒരു ഓപ്പറേഷനും ഇല്ലാതെ മാറ്റാൻ കഴിവുള്ള രാജാവല്ലേ നീ. ആ പാവപ്പെട്ട സ്ത്രീയുടെ ടെൻഷൻ നീ നീക്കി കൊടുക്കണേ അല്ലാ. ആ പെണ്ണിനൊരു ഓപ്പറേഷനും ഇല്ലാതെ നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കൽവിലുള്ള വിഷയങ്ങളൊക്കെ നിനക്കറിയാം. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കെതിരെ ആര് ഫിത്ന ഉണ്ടാക്കുന്നു, ഞങ്ങളെ സംഘടനക്കെതിരെ ആര് ഫിത്ന ഉണ്ടാക്കുന്നു, എല്ലാ ഫിത്നക്കാരെയും നീ പിടിച്ചു കെട്ടണേ അല്ലാ. നിന്റെ ദീനിനെതിരെ, നിന്റെ ആലിമീങ്ങൾക്കെതിരെ ആര് വാളോങ്ങാൻ വരുന്നു അവരെ നീ തന്നെ സദാ നന്നാക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിന്റെ തീരുമാനം ഞങ്ങൾക്കറിയില്ല. നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാഹ്. അതിന് നിനക്ക് തീരുമാനമില്ലെങ്കിൽ അത്തരക്കാരെ ശർറിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ നീ കാക്കണേ അല്ലാഹ്. وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الراج سيد يا الرحمن മിസ്കീന്മാരായ ഞങ്ങൾ ചൊല്ലിയ സലാത്തും എൻ്റെ ഖുർആനിൽ ഞങ്ങൾ ഓതിയതും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കതിന് പ്രതിഫലം തരുന്നതിൻ്റെ പുറമെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അതുപോലെ ഒന്ന് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ.
എല്ലാ മഹാന്മാരെ ഹദറത്തിലും പ്രത്യേകിച്ചും ശംസുലുലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിം നവ്വറല്ലാഹു മർഖദഹു തങ്ങളുടെ ഹദറത്തിലും മഹാനായ മർഹൂം ശൈഖുനാ സിഎം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു തങ്ങളുടെ ഹദറത്തിലും അങ്ങനെ എല്ലാ മഹാന്മാരെ ഹദറത്തിലും ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഉമ്മബാപ്പമാർ, കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എവിടുന്ന് ആര് മരിച്ചുപോയോ അവരെല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. പടച്ച റബ്ബേ, നിൻ്റെ ദീനിൻ്റെ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരിലും ബഹുമാനിക്കുന്നവരിലും അംഗീകരിക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ഹിദായത്തിൻ്റെ വെളിച്ചം നീ ഒരിക്കലും നശിപ്പിക്കരുത് റഹ്മാനേ. ഹിദായത്തിലായി ജീവിപ്പിച്ച് ഹിദായത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ. ഒരിക്കലും തന്നെ ളലാലത്തിലേക്ക് ശൈത്താൻ പിടിച്ചു കൊണ്ടുപോകുന്ന വഴിയിലേക്ക് നീ ഞങ്ങളെ തള്ളിയിട്ടേക്കരുത് റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിപ്പിക്കണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്, ജോലിയെടുക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, വേറെ പല തൊഴിലുമെടുത്ത് ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ മഈശത്തിൻ്റെ വഴിയിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അന്യനാട്ടിലേക്ക് പോയവരുണ്ട്, പോകുന്നവരുണ്ട്, നിൻ്റെ കാവൽ നൽകണേ റഹ്മാനേ. വിദേശങ്ങളിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നവരുണ്ട്, നീ അതിൽ നിന്നൊക്കെ സലാമത്താക്കണേ റഹ്മാനേ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളെ കാര്യം സൂചിപ്പിച്ചവരുണ്ട്, നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. കണ്ണിന് ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ച കുറഞ്ഞവരുണ്ട്, നീ അവർക്കും ഞങ്ങൾക്കും കണ്ണിന് പൂർണ്ണമായ കാഴ്ച നൽകണം റഹ്മാനെ. കാതിന് കേൾവി കുറഞ്ഞവരുണ്ട്, നീ കേൾവി ശക്തി വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കണം റഹ്മാനെ. കൈകാലുകൾക്ക് രോഗമുള്ളവരുണ്ട്, അലർജിയുടെ രോഗമുള്ളവരുണ്ട്, മാനസികമായ ചെറിയ അസ്വസ്ഥതകളുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചർമ്മരോഗമുള്ളവരുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ക്യാൻസറിൻ്റെയും അൾസറിൻ്റെയും ട്യൂമറിൻ്റെയും പ്രഷറിൻ്റെയും രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ സംശയിക്കുന്നവരുണ്ട്, രോഗമുണ്ടെന്ന് വിധി പറഞ്ഞവരുണ്ട്. ഏത് രോഗവും സുഖപ്പെടുത്താൻ നിനക്ക് അധികാരമുണ്ടല്ലോ അല്ലാ. നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കുള്ള ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങളെ നേതാക്കളായ പണ്ഡിതന്മാർ താജുല്ലുലമക്കും ഖമറുല്ലുലമക്കും റബ്ബേ നൂറുല്ലുലമക്കും കൻസുല്ലുലമക്കും അതുപോലെയുള്ള എല്ലാ ആലിമീങ്ങൾക്കും മഹാനായ സുലൈമാൻ ഉസ്താദിനും പൊന്മള ഉസ്താദിനും അങ്ങനെ തുടങ്ങി ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ആലിമീങ്ങളെ ദീർഘായുസ് കൊണ്ട്, സാദാത്തുകളെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ചലനങ്ങൾ, ഞങ്ങളുടെ അടക്കങ്ങൾ എല്ലാം നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിൻ്റെ പൊരുത്തം കരുതി ഇഖ്ലാസോടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയോ ഞങ്ങൾ പറഞ്ഞ വാക്കുകളെയോ ജൂത ക്രിസ്ത്യാനി പണ്ഡിതന്മാർ ചെയ്തതുപോലെ നിൻ്റെ കലാമായ നിൻ്റെ കിതാബായ തൗറാത്തും ഇഞ്ചീലും അപ്പുറവും ഇപ്പുറവും മുറിച്ചു വെച്ച് ജനങ്ങളെ കബളിപ്പിച്ച ജൂത ക്രിസ്തീയ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ചെയ്തതുപോലെ ഞങ്ങളുടെ വാക്കുകളുടെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏത് പിഴച്ചു പോയവരുണ്ടോ അവരെ ശർറിൽ നിന്ന് ഞങ്ങളുടെയും മറ്റു മുഅ്മിനീങ്ങളുടെയും ഈമാനിനെ കാക്കണേ അല്ലാ. ശർറുകളെ കാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ അല്ലാഹുവേ, ഈ താഴ്ന്ന കടിപിടിയുടെയും അസൂയയുടെയും ഏഷണിയുടെയും ഭീഷണിയുടെയും ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അമ്പിയാക്കളെയും സഹാബികളെയും
ഇമാമികളെയും ഔലിയാക്കളെയും ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാരെയും കാണാനും അവരുടെ കൂടെ ജീവിക്കാനുമുള്ള സ്വർഗത്തിന്റെ ജീവിതത്തിലേക്ക് സാധുക്കളായ ഞങ്ങളെ നീ കാമിലായ ഈമാനോടെ നയിക്കളെ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നല്ലാക്കി തരളേ അല്ലാ. ആഖിബത്ത് ചീത്തയാകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു കാര്യവും ഞങ്ങളിൽ നീ തന്നേക്കരുത് അല്ലാ. വിശ്വാസവഞ്ചന നടത്തുന്നവരിലോ, കളവ് പറയുന്നവരിലോ, തെറ്റിയാൽ തോന്നിവാസം പറയുന്നവരിലോ, മുനാഫിഖിന്റെ ലക്ഷണമുള്ള കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.